ഹായ് ഓൾ. അപ്പം വളരെ തണുപ്പ് കാലത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു ചൂട് കാലത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ തണുപ്പ് കാലത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ നമുക്ക് കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിന് അത് ദഹിപ്പിച്ച് അത് എനർജിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതേസമയം വെയിൽ കാലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതേ ഫുഡ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തിന് കാണണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദഹനശക്തി നന്നായിട്ട് നമുക്ക് കുറയാൻ സാധ്യതയുണ്ട്. കാര്യം നമുക്ക് വെയിൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ ശരീരത്തിൽ എനർജി കുറവാണ്. അപ്പോൾ ഈ എനർജി കുറവാവുന്ന രീതിയിലുള്ള ആഹാര രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിലോ, പിന്നെ വയറിളക്കം. ഒരുപാട് പേർക്ക് വയറിളക്കം ഉണ്ടാകുന്ന ഈ ഒരു ക്ലൈമറ്റിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതാണ് സത്യം. ആ സമയത്ത് ദഹിച്ച ഫുഡെല്ലാം ഇപ്പം എന്തുകൊണ്ട് ദഹിക്കുന്നില്ല, ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മൾ കഴിക്കുകയാണെങ്കിലോ വയറിളക്കം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂടിനെയും ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ചൂട് കുറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് നല്ല ആക്റ്റീവായിട്ട് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് കുറേ ലിസ്റ്റ് ഓഫ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ അവസാനം നമ്മൾ ഏതൊക്കെ ആഹാരങ്ങൾ എടുത്താൽ നമ്മുടെ ശരീരം നമുക്ക് തണുപ്പായിട്ട് നമുക്കൊന്ന് വെക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കൂടെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ഒരു വലിയ വില്ലനായ പഞ്ചസാരയെ പറ്റിയാണ്. അപ്പം നമുക്കറിയാമല്ലേ, ഇപ്പം പഞ്ചസാര ഇട്ട് ജ്യൂസ് കുടിക്കുമ്പോഴാണ് നല്ല സുഖം എന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ടി വിയിൽ കണ്ട് നമ്മുടെ മൈൻഡിനകത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ. ശരിക്കും പഞ്ചസാര എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയോ? സൾഫ്യൂറിക് ആസിഡ് പ്രോസസ്സ് ചെയ്തിട്ടാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. അപ്പോൾ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ആസിഡിക് ആയിട്ടുള്ളൊരു സാധനം പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? രണ്ടാമത്, ഇത് എംപ്റ്റി കാലറിയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത ചൂടിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം നമ്മൾ പഞ്ചസാര ഇഷ്ടം പോലെ കലക്കിയ ഒരു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാം, നമ്മളൊരു തണുത്ത വെള്ളത്തിലൊക്കെ ആയിരിക്കും, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഒരു തണുത്ത വെള്ളത്തിലൊക്കെ ആയിരിക്കും നമ്മളിത് കലക്കി കുടിക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അത് കഴിഞ്ഞിട്ടോ കുറച്ച് കഴിഞ്ഞ് പിന്നെയും നമ്മൾ എന്ത് നോക്കും? ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഈ ദാഹം ഒന്ന് മാറിയേനെ, അല്ലേ? അപ്പോൾ രണ്ടാമത് നമ്മൾ വെള്ളം തേടി പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതെന്തായാലും ശരീരത്തിൽ ആവശ്യമില്ലാത്ത ചൂട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഡയബറ്റീസ് കൂടാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പേഷ്യൻ്റ് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പ്രമുഖ കമ്പനിയുടെ ജ്യൂസ്. ഓക്കെ, പുള്ളിക്കാരിയുടെ മോന് അത് ഹെൽത്തി ആണെന്ന് പറഞ്ഞത് വാങ്ങിക്കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരി അത് കുടിച്ചു, ഭയങ്കര ഒരു സുഖം തോന്നി. അതിൻ്റെ ഒരു 3-4 ക്യാന് അടുപ്പിച്ച് ഇങ്ങനെ കുറേ നാൾ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷുഗർ വാല്യൂ കയറി കൂടിയത്. അപ്പോൾ വീട്ടിൽ മുതിർന്നവർക്ക് ഷുഗർ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തത് കോഫി. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ഏത് കോള പ്രോഡക്റ്റ് എടുത്താലും അതിൽ പാതി പഞ്ചസാരയും പാതി കഫീനുമാണ് അടങ്ങിയിട്ടുള്ളത്. കഫീനുള്ള പ്രത്യേകത എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഫീൻ കഴിച്ചു കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നു, ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടുന്നു, മൂത്രം ധാരാളമായിട്ട് പോകുന്നു. ഇനി ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കോഫി കുടിച്ചെങ്കിൽ മാത്രമേ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പലരും പറയാറുണ്ട്, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശപ്പില്ല. നമ്മൾ ഈ ഹിസ്റ്ററി എടുത്തു വരുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പം 1-2 ഗ്ലാസ് കോഫി കുടിക്കും. രാവിലെ എഴുന്നേറ്റ് 1-2 ഗ്ലാസ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശക്കുമോ? പ്രഭാത ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് വിശക്കത്തൊന്നുമില്ല, അല്ലേ? ഇനി പലരും പറയാറുണ്ട്, ഇത് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്കെൻ്റെ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. അതായത് അഡിക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വരെ ഇത് എത്തിച്ചു കഴിഞ്ഞു. ഇനി അത് മാത്രമല്ല, ഇത് കഴിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പം പല ടീച്ചേഴ്സും പറയാറുണ്ട്, ഡോക്ടറിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാ കുട്ടികളോടൊക്കെ പോയി നമുക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണമെങ്കിൽ ഒരു കോഫി വേണം. ആ സമയത്താണ് അത് നമുക്കൊരു എനർജി തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിക്കുക? മൊത്തം എനർജി ഡ്രെയിൻഡ് ആയിട്ടായിരിക്കും പലരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. പല ആളുകളും പറയാറുള്ള അനുഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോഫി നമ്മൾ ഈ ഒരു ചൂട് കാലത്ത് എന്തായാലും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്ത ഫുഡിലേക്ക് നമുക്ക് പോയാലോ? മദ്യം, അല്ലേ? അപ്പം മദ്യത്തിന് എന്താണ് കുഴപ്പം? മദ്യം തണുപ്പ് കാലത്ത് ആണെങ്കിൽ സമ്മതിച്ചു. കാര്യം തണുപ്പ് കാലം എന്ന് പറയുമ്പോഴത്തേക്കും മദ്യം, ബിയർ, വൈന് ഇതൊക്കെ ദഹിപ്പിക്കാൻ പറ്റിയ ഒരു ഡൈജസ്റ്റീവ് ഫയർ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ ഒരു വെയിൽ കാലത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദഹനശക്തി കുറവാണ് ഈ ഒരു സമയത്ത്. ഇനി
രണ്ടാമത് നമ്മൾ പറയും ഇത് കഴിക്കുമ്പോൾ നല്ല സുഖമാണല്ലോ, ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നല്ലോ, ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൂൾ ചെയ്തിട്ടല്ലേ നിങ്ങൾ കഴിക്കുന്നത്, അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്കൊരു സുഖം അനുഭവപ്പെടുക. പിന്നെ ഇതെങ്ങനെയാണ്, ലിവറല്ലേ ഇത് ഡീറ്റോക്സിഫൈ ചെയ്യുന്നത്, ലിവർ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ലിവർ ഇതെങ്ങനെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിലും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലും ഉള്ള ആ ഒരു വെള്ളത്തെ അത് വലിച്ചെടുത്തിട്ടാണ്, ആഗിരണം ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെയിൽക്കാലം എന്ന് പറയുമ്പം നമുക്കറിയാം ഒരുപാട് പേര് എന്തായാലും വേർക്കുന്നവരും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എടുക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്, മൂത്രമായിട്ട് പോകുന്നുണ്ട്, വേർപ്പായിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ പിന്നെ ഈ മദ്യമൊക്കെ എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, ബിയറൊക്കെ എടുക്കുമ്പോഴുള്ള പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്, ധാരാളം മൂത്രം പോകുന്നുണ്ട്, പക്ഷേ പിന്നെയും ശരീരം ഡീഹൈഡ്രേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അതായത് നമ്മുടെ എനർജി ലെവൽ നമ്മളായിട്ട് തന്നെ മദ്യം കഴിച്ച് കുറയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മദ്യം അതുപോലുള്ള പ്രോഡക്ട്സ് നല്ലതല്ല. തണുപ്പ് കാലത്ത് നല്ലതാണ്, ആയുർവേദത്തിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സമയത്ത് നല്ലതല്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസിന് എന്താ ഇപ്പോൾ കുഴപ്പം അല്ലേ? അപ്പം ജ്യൂസിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ജ്യൂസ് ധാരാളം കഴിക്കുന്നവർക്കാണ് നമുക്ക് ഈ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ വാല്യൂ കയറിപ്പോകുന്നത്. നമ്മളൊരു കൊച്ചു കുഞ്ഞിന് വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴേ, ഒരു കൊച്ചു കുഞ്ഞിന് കുറച്ച് കഫക്കെട്ടുള്ളൊരു കുഞ്ഞിന് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ കുട്ടി ഛർദ്ദിക്കും. എന്തുകൊണ്ടാണ് ഛർദ്ദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ജ്യൂസിന് ദഹിക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ആയുർവേദ വിധിപ്രകാരം പറയുകയാണെങ്കിൽ അത് ഗുരുവാണ്. അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് അടിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു ഫോം എന്താ, ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഫോമിലല്ലേ ജ്യൂസ് ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ വിശപ്പങ്ങ് കെടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമെന്താണെന്ന് വെച്ചാൽ ഇത് ദഹിക്കാനായാലും ശരീരത്തിന് നല്ല കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആയാലും നമുക്കത് നല്ലതല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു ശരീരത്തിനകത്ത് ഇൻസുലിൻ മെറ്റബോളിസത്തിനും ഒക്കെ ഇത്, അതായത് ശരീരത്തിന് ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ചെയ്ത് ശരീരം ഭയങ്കരമായിട്ട് ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നു ദഹിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ജ്യൂസ് എടുക്കുന്നതും നമുക്ക് അത്ര നല്ലതല്ല. ഇനി അടുത്തത് സ്പൈസസിന് ഇപ്പോൾ എന്താണ് കുഴപ്പം അല്ലേ? മസാല ഇല്ലാതെ കറി കഴിക്കാൻ പറ്റുമോ? ഒക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ ഒരുപാട് മസാല ചേർത്ത ഒരു കറി കഴിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരുപാട് എരിവുള്ളൊരു കറി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? എരിവുള്ളൊരു കറി കഴിക്കുമ്പോഴത്തേക്കും അല്ലേ, ചിലർ പറയാണ്ട് ഈ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് കഴിക്കുന്ന സമയത്ത് നെറ്റിയിൽ നന്നായിട്ട് വേർക്കാൻ തുടങ്ങും, മൂക്കിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടി തുടങ്ങും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു കഫക്കെട്ട് വരുന്നവർ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം ഇവിടെയും എന്താണെന്ന് വെച്ചാൽ, ഈ ഒരുപാട് എരിവ് എന്ന് പറയുമ്പം ഇതൊക്കെ ബോഡിക്ക് ഭയങ്കരമായിട്ടൊരു ചൂടിനെ ഉണ്ടാക്കുന്നു, അതുപോലെ ഒരു പുഴുങ്ങലിനെ ഉണ്ടാക്കുന്നു, വേർപ്പിനെ ഉണ്ടാക്കുന്നു, പിന്നെ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല ഈ എരിവുള്ള കറിയൊക്കെ കഴിച്ചിട്ട് രാത്രി കിടക്കുന്നവർ ഒരുപാട് പേര്, അസിഡിറ്റിയുള്ള ഒരുപാട് പേര് പറയാനുള്ള ലക്ഷണമാണ്, രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ ആ കറി കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ, ഈ കറി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇനി അതുകൊണ്ടാണോ? അതെ, അതുകൊണ്ടാണ്. കാര്യം എന്താ? എരിവ് ശരീരത്തിൽ ദഹിക്കണ്ടേ അല്ലേ. അപ്പം നമുക്ക് ഈ അധികം ഒരുപാട് എരിവുള്ള കറികൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ വെജ് ഐറ്റംസ്, അതെ നമുക്കറിയാം, ഇപ്പോൾ റെഡ് മീറ്റ് ആയാലും നമ്മുടെ ചിക്കൻ ആയാലും താറാവായാലും, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തണുപ്പ് കാലത്ത് ഇതൊക്കെ നിങ്ങൾ കഴിച്ചു ഒരു കുഴപ്പമില്ല. കാര്യം എന്താണ്? നമുക്ക് നല്ല വിശപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വെയിൽ കാലത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് ദഹിക്കുന്നില്ല. ദഹിക്കാത്തത് മാത്രമല്ല, ശരീരത്തിന് ഭയങ്കരമായിട്ട് ഹീറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓൾറെഡി ഇത് ഹീറ്റാണ്. ഇപ്പോൾ പൈൽസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും അല്ലേ. ചിക്കനൊക്കെ ഒരുപാട് കഴിക്കുന്നവരായിരിക്കും മിക്കവാറും ചിക്കന് റെഡ് മീറ്റ് കഴിക്കുന്നതിലല്ല, അപ്പോൾ അത് ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കൂട്ടുമ്പോഴേക്കും പിന്നെ എന്ത് സംഭവിക്കുന്നു? കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് പേര് പ്രശ്നം പറയാറുണ്ട്. അതായത് ബോഡി ഓൾറെഡി ഡീഹൈഡ്രേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഈ ആഹാരങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ പിന്നെയും നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം, അതെങ്കിൽ ജലത്തിൻ്റെ അംശം കുറയ്ക്കുക എന്ന രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് മീറ്റ്, ചിക്കൻ, ഈ ഐറ്റംസൊക്കെ ഈ ഒരു സമയത്ത് കഴിക്കുന്ന ബോഡി ഹീറ്റ് കൂട്ടുന്നു, നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ്, ഉഷ്ണത്തെ കൂട്ടുന്നു, നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കഴിക്കുന്നത് നല്ലതല്ല, മലബന്ധത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കഴിക്കുന്നത് നല്ലതല്ല. ഇനി അടുത്തത് ജങ്ക് ഫുഡ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒരു പേസ്ട്രി അല്ലെങ്കിൽ ഒരു കേക്ക്, ഇതൊക്കെ പണ്ടും കഴിച്ചുകൊണ്ടിരുന്നല്ലേ. ഇതെന്താണ് ഇപ്പോൾ കഴിച്ചാൽ? ട്രാൻസ് ഫാറ്റ്. ഇതും ശരീരത്തിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരിയായ രീതിയിലുള്ളൊരു ബ്ലഡ് ഷുഗർ മെറ്റബോളിസവും ഇൻസുലിൻ മെറ്റബോളിസവും ഒന്നും നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെയും കഴിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ
ബോഡി ഹീറ്റ് നമ്മൾ കൂട്ടി നമ്മുടെ തന്നെ ആരോഗ്യത്തിനെ നമ്മൾ തന്നെ താറുമാറാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ പറയുന്ന ഇത്രയും ഫുഡ് ഐറ്റംസ് ഈ ഒരു കാലഘട്ടത്തിൽ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനിയും ഏതൊക്കെ ആഹാര രീതിയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മെച്ചം ഉണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ആദ്യം പറയാൻ പോകുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഫ്രൂട്ട്സായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാര്യം എന്താണ്? അപ്പം അതിനകത്തുനിന്ന് പതുക്കെയാണ് അതൊരു ഫ്രക്ടോസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട് പതുക്കെയാണ് ശരീരം അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല, ഇത് നമുക്ക് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ജലാംശവും പ്രദാനം ചെയ്യുക. നമ്മൾ നന്നായിട്ട് ചവച്ചൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കയറിയിട്ട് പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ വാല്യൂനെയൊക്കെ സ്പൈക്ക് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് അത് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സായിട്ട് തന്നെ നമ്മൾ കഴിക്കുക. ഇനി വെജിറ്റബിൾ സാലഡായിട്ട്, വിശപ്പുള്ളവർക്ക് വെജിറ്റബിൾ സാലഡായിട്ട് കഴിക്കാം. വിശപ്പ് കുറഞ്ഞവരാണെങ്കിലോ വെജിറ്റബിൾ സൂപ്പായിട്ട് കഴിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നല്ലേ, സാലഡ് ഫോമിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, മോര്. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ അല്ലേ സംഭാരം എടുക്കുമെന്നാണ് പറയാറുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ മോര് കഴിക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക? മോര് കഴിക്കുമ്പോഴത്തേക്കും ഒരിക്കലും അത് ബോഡി ഹീറ്റ് കൂട്ടുന്നില്ല. തൈരല്ല, മോരിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ മോര് കഴിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്തിനെ നല്ല രീതിയിൽ തന്നെ തണുപ്പിക്കുന്നു. പ്രോബയോട്ടിക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വയറിളക്കമൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ വയറിളക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പം ഒരുപാട് പേര് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്, എന്ത് കഴിക്കാൻ പറ്റും? കഞ്ഞി തന്നെ കഴിച്ചു മടുത്തു, എന്ത് കഴിക്കാൻ പറ്റും? അപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കാച്ചിയ മോര് കഴിക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു കൃമിയുടെയൊക്കെ മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്തെ അപ്പോൾ നമ്മളുടെ ഒരു ദഹനശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ മോര് കൊടുക്കുമ്പം നമ്മുടെ ദഹനശക്തിയെയും കൂട്ടുന്നു, ബോഡിയും കൂളാക്കി മാറ്റുന്നു. അപ്പോൾ 2 in 1 പ്രയോജനമുണ്ട് മോര് കഴിക്കുകയാണെങ്കിൽ. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ പുതിനയില. നമ്മളുടെ കേരളത്തിൽ അധികം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോഴേ പുതിനയില ചട്നിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കിത് എന്താണ് എന്ന് ശരിക്കും പറഞ്ഞാൽ പുതിനയില നല്ല കൂളിംഗ് ആണ്. അപ്പോൾ പുതിനയില നമ്മുടെ ഒരു ആഹാര സാധനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പുതിനയിലയുടെ ഒരു കുട്ടി ജ്യൂസ് ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരിത്തിരി പുതിനയില എടുക്കാം, അതിനോട് ഒരിത്തിരി നാരങ്ങ എടുക്കാം, വേണമെങ്കിൽ മധുരത്തിന് ഇത്തിരി കൽക്കണ്ടം ചേർക്കാം, പിന്നെ ഇത്തിരി ഉപ്പ് ചേർക്കാം. ഇതൊന്ന് ജ്യൂസായിട്ടൊന്ന് അടിച്ചെടുത്തേ, എന്നിട്ട് നമ്മളൊന്ന് കുടിച്ചു നോക്കിയേ. നമ്മുടെ ബോഡിക്ക് നല്ല കൂളിംഗ് ആണ്. പ്രത്യേകം പറയുന്നു, ജ്യൂസ് അടിച്ചു വെക്കുകയാണെങ്കിൽ വിത്തിനൊരു 10 അല്ലെങ്കിൽ 15 ഒരു 20 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മളത് കഴിക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുക. അതായത് അതിലൊരു പ്രാണനുണ്ട്, ആ പ്രാണനാണ് നമ്മുടെ പ്രാണനെ ഹീൽ ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാട്ടോ. ചെയ്ത് നോക്കിയിട്ട് പറയണേ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളതിനെ പറ്റി. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഉള്ളി. അപ്പോൾ ഉള്ളി നമുക്ക് സാലഡായിട്ടോ എന്ത് കാര്യത്തിലും നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നു. വെള്ളരിക്കയാലും നമുക്ക് സാലഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ കുറച്ച് ട്രഡീഷണൽ ഡിഷസൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓലനായിട്ടും ഒക്കെ നമുക്ക് ആക്കിയിട്ട് അത് കഴിക്കുന്നതും നമ്മുടെ ബോഡിയെ നന്നായിട്ട് കൂൾ ചെയ്യുന്നു. അപ്പോൾ അത് മോരൊക്കെ കൂടെ കാച്ചി കഴിക്കുന്നത് ഇതൊക്കെ നല്ലതാണ്. ഇനി അടുത്തത് ഏത്തപ്പഴം. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് വയറിളക്കമൊക്കെ ഉള്ള സമയത്തായാലും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. കാര്യം അത് കഴിഞ്ഞ് ഉടനെ പോയി ഇഡലി ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചിലർ പറയാറുണ്ട്, എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ, ചിലർ പറയാറുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെയും തുടങ്ങി പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെയും തുടങ്ങി പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമുക്ക് ഇഡലിയിൽ ചിലപ്പം ആ ഒരു സമയത്ത് എന്തായാലും ഫെർമെൻറ്റഡ് ഫുഡാണ്, ചിലപ്പം നമുക്ക് ആ ഒരു സമയത്ത് എല്ലാ ദശത്തിലും ഒരുപോലെ തന്നെ അത് പ്രോബയോട്ടിക് ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നില്ല. പക്ഷേ ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ സേഫാണ്. അപ്പോൾ അത് പുഴുങ്ങിയതിന് നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വയറിളക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടിന്യൂസ് വരുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നാളെങ്കിലും അടുപ്പിച്ച് ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഒരു ഗട്ട് ബാക്ടീരിയ നിങ്ങൾക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും, അല്ലേ? ഇപ്പോൾ എല്ലാ പഠനങ്ങളും ഗട്ട് ബാക്ടീരിയയുടെ പിന്നാലെയാണല്ലോ. പണ്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഗട്ട് ബാക്ടീരിയയെ പറ്റി. അപ്പോൾ നമുക്ക് ആ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴം പുഴുങ്ങിയത്. ഇനി അടുത്തത് വെള്ളം എത്രത്തോളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ചയാണ്. ഞാൻ ഒരു കാര്യം പറയാം. വെള്ളം എന്ന് പറയുമ്പം നിങ്ങൾ ദാഹം അനുസരിച്ച് കുടിക്കുക, അതേ ഞാൻ പറയുള്ളൂ ചൂട് കാലത്ത്. അല്ല നമ്മൾ ഈ ഒരുപാട് വെള്ളം കുടിക്കുന്നതിൽ അല്ല, ദാഹം അനുസരിച്ച് കുടിക്കുക. അപ്പോൾ പലരോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നു ഞാൻ 5 ലിറ്ററിന് മേലെ കുടിക്കുന്നുണ്ട്. 5 ലിറ്ററിന് മേലെ കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് അത് ഇരട്ടിപ്പണിയാണ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കുറയ്ക്കാൻ പാടില്ല. മിനിമം ഒരു 500 ml കിഡ്നി രോഗം ഇല്ലാത്തവരാണെങ്കിൽ
500 ml കൂടുതലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കണം. കിഡ്നി രോഗമുള്ളവരാണെങ്കിൽ ദയവേത് നിങ്ങൾ പിന്നെയും വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ കിഡ്നിക്ക് അത് ഓവർലോഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്താൽ മതി. ഇനി അടുത്തത് നാരങ്ങ വെള്ളം. എല്ലാവരും ചോദിക്കുന്ന അറിയാം, നാരങ്ങ വെള്ളം നല്ലതല്ലേ? നാരങ്ങ വെള്ളം നല്ലതാട്ടോ, പക്ഷേ അതിലിത്തിരി ഉപ്പിട്ടിട്ട് കഴിക്കുക അല്ലേ? നമുക്ക് ഈ വയറിളക്കൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് പൊതുവേ ചെയ്യാറുള്ളത്? ഉപ്പും പഞ്ചസാരയും ഇട്ടത്. അപ്പോൾ നാരങ്ങ വെള്ളത്തിലെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇത്തിരി ഉപ്പിടുക, അതിനോട് ഇത്തിരി കൽക്കണ്ട ഇട്ടുകൂടെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം.